ഹലോ ഗൈസ്, നമ്മുടെ പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുവാണെങ്കിൽ നമ്മൾ ന്യൂ ഗെയിം ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്ന ഗെയിമിൻ്റെ പേര് വന്നിട്ട് 3D ഡ്രൈവിംഗ് ക്ലാസ് 2 എന്നാണ്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ കളിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോഴൊന്നും എനിക്ക് ഇടിച്ചിട്ടില്ല. ഇപ്പം ഉള്ളതുകൊണ്ട് ഞാൻ ഇടുവാണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ നമുക്കപ്പോൾ ഒട്ടും ലൈക്ക് ചെയ്ത് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ ഗോ ടു 10 സബ്സ്ക്രൈബേഴ്സാണ്. ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാനൊരു ഗെയിം റിവ്യൂ ഒന്നും ചെയ്യുകയല്ല, ജസ്റ്റ് ഞാൻ എനിക്ക് കളിച്ചപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങോട്ട് പറയാമെന്ന് വെച്ചാൽ, പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ നേരത്തെ ഇത് ഇത്ര മെയിനല്ല, ഇതല്ല ഞാൻ മെയിനായിട്ട് പറയാൻ വെച്ചാൽ, ഇതല്ല ഇങ്ങനെയല്ല. എനിക്ക് ഒരു സെക്കൻഡ്, ഞാനാണല്ലേ ഒരു കാര്യം ചെയ്തായിരുന്നു. സെക്കൻഡ് വയസ്സ് ഞാനിതൊന്ന് മാറ്റിക്കോട്ടെ സെറ്റിങ്സ്. എനിക്ക് ഇതാക്കണം. സെറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതാക്കിയിട്ടുണ്ട്. കാര്യം നമ്മളിപ്പോൾ ഒരു ചെറിയ സ്റ്റിയറിംഗ് വീൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഇടാക്കത്തില്ല, അതായത് അത്രയും ചീപ്പാണ്. ഓക്കെ, ഭയങ്കര ചീപ്പാണ്. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വേണം ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്നും വ്ളോഗൊന്നും ചെയ്ത് അങ്ങനെ വ്ളോഗല്ല, ഇങ്ങനെ സാധനം ചെയ്തിട്ടിട്ടില്ല. ഓക്കെ, ഞാനിപ്പോൾ കണക്റ്റ് ആക്കിയിട്ടുള്ളത് ഇതിലെ ട്രാൻസ്ഫോർമറിലോട്ടാണ്. എനിക്ക് കാണുമായിരിക്കും. ഓക്കെ, ഇപ്പം എന്തും ആയിക്കോട്ടെ, നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി വരുന്ന കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഈ ഒരു ഗെയിമിൽ പറ്റി പറയാൻ വേണ്ടി വരുന്നത്. പിന്നെ മെയിനായിട്ട് വേറൊരു കാര്യം പറയണം, നിങ്ങൾ ആരും എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തില്ല. അപ്പോൾ പ്ലീസ് ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അയ്യോ ഞാൻ ജസ്റ്റ് ഒന്ന് റോങ് കയറിയായിരുന്നു. മാറ് എനിക്ക് ഓക്കെ ഇടി ഇവിടെ ഇങ്ങോട്ട് വരികയേ വേണ്ടായിരുന്നു. വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഏതാ, ഒരു കാര്യം, നമുക്ക് നേരെ ബാക്ക് എടുത്തതിന് ശേഷം ഈ കാറിൻ്റെ ഈ ഗെയിമിൻ്റെ ഈ സൗണ്ട് നിങ്ങൾ കേൾക്കണം. ഈ കാറിൻ്റെ ഭയങ്കര സൗണ്ടാണ്. അതല്ല, എനിക്കൊരു മാസ് സൗണ്ടാണ്. മറ്റേ ഞാൻ നേരത്തെ ഇതല്ല ഞാൻ ചെയ്യാൻ വെച്ചിരുന്ന വീഡിയോ. പിന്നെ നമ്മൾ അപ്ഡേറ്റ് കൊണ്ടുവരുന്ന ഞാൻ സൗണ്ട് ചെയ്യിപ്പിച്ചു തരാവേ. ഇതാണ് താണ്ട് ഈ കാറിൻ്റെ നോർമൽ സൗണ്ട്. ഞാൻ ജസ്റ്റ് ടർബോ ഓൺ ആക്കിയിട്ട് ഒന്ന് കേൾപ്പിച്ച് തരാം. ടർബോ ജസ്റ്റ് ഓൺ ആക്കട്ടെ. ടർബോ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. വേണ്ട സ്പോയിലർ. മോനെ ചെക്കനെ ഞാനൊന്ന് ഡാമേജ് ക്ലിയർ ആക്കോട്ടെ. എന്നൊരു ടർബോ ആക്ടിവേറ്റ് ചെയ്യാം. എന്നിട്ട് ഞാനൊന്ന് ഡാമേജ് ഓക്കെ, ഞാൻ വീണ്ടും ടർബോ ഓൺ ആക്കിയിട്ടുണ്ടേ. ഇപ്പോൾ നല്ല രസമാണ് കേട്ടോ ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു വൈബാണ് കളിക്കാൻ വേണ്ടി. ഞാനിപ്പോൾ സ്റ്റിയറിംഗിൽ കണക്റ്റ് മാറ്റിയിട്ടുണ്ട്. ആ സ്റ്റിയറിംഗിൽ ഈ കാർ ഗെയിം ഇത്ര നല്ലതായിട്ട് കണക്റ്റ് ആകത്തില്ല. നമ്മൾ കണ്ട സാധനം കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എല്ലാത്തിനെയും പറ്റി ട്രൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഇരിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞു തരാം. ആ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ വണ്ടികൾ അൺലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണും. ഓക്കെ, മാക്സിമം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോവാണ്. അയ്യോ, വണ്ടി പുറപ്പിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട് ഈ ഗെയിമിൽ, വണ്ടി പുറപ്പിക്കാൻ പറ്റും സീൻ. ഇപ്പോൾ പിന്നൊരു കാര്യം, ഇനിയും വീഡിയോസ് വരാൻ ഡിലേ ആവും. കാര്യം നമ്മളാണെങ്കിൽ നമ്മൾ നെറ്റ് ഒന്ന് പോയായിരുന്നു. നമ്മളിപ്പോൾ വൈഫൈയിലാണ് കളിക്കുന്നത്. ആ നെറ്റ് ഒന്ന് പോയി. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് വരാൻ ഡിലേ ആവും. ഞാനിപ്പോൾ രാവിലെ എടുക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ ഈ വണ്ടി മാത്രമല്ലാത്തുള്ളൂ, ഞങ്ങൾക്ക് ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇതൊക്കെ എടുക്കണമെങ്കിൽ ഗിഫ്റ്റ് ബോക്സ് കഴിക്കുന്നത് എനിക്കറിയാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, നമുക്കപ്പോൾ ഗിഫ്റ്റ് ബോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി എടുക്കും. ഇത് പുതിയ വണ്ടി കേട്ടോ, ഇതൊന്നും നേരത്തെ ഇല്ലായിരുന്നു. ഇതൊക്കെ പുതിയതായിട്ടുണ്ട്.
പിന്നെന്ന് പറയാൻ നമുക്കൊരു എവിടോട്ട് പോകും? സൂപ്പർ കാർ സ്റ്റോറിലോട്ട് പോകാം. അതിനകത്ത് സൂപ്പർ കാർ സ്റ്റോറൊക്കെ ഉണ്ട്. 2 സ്റ്റോർ ഉണ്ടായിരുന്നു. ഒരു സ്റ്റോർ ഇപ്പോൾ കാണുന്നില്ല. ഒരു സ്റ്റോർ പണ്ട് സ്റ്റോർ ഉണ്ടായിരുന്നു. അത് വിറ്റ് കാണാൻ. അതിനകത്ത് മൊത്തം GTR പസ്താങ്ക് എല്ലാം കിട്ടുമായിരുന്നു അവിടെ. ഇപ്പം അതുകൊണ്ടും പറഞ്ഞില്ല. 2 കണ്ടില്ല അതെ. ഓക്കെ, പറയാനിരിക്കുന്ന സമയം കൊണ്ട് കണ്ട ഗെയിം ഉള്ളതുകൊണ്ട് അപ്പോൾ ഈ കൊണ്ട് സൗണ്ട് നമുക്ക് നോക്കിയാലോ. നമുക്ക് ന്യൂട്രൽ ഇടാം. സൗണ്ട് കിട്ടുവാണേ. ഇതാണ് നോർമൽ സൗണ്ട്. നൈട്രോ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇതാണ് നൈട്രോ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴുള്ള സൗണ്ട്. നിങ്ങൾ കേട്ടല്ലോ. ഓക്കെ, ഇപ്പോൾ രണ്ടും വ്യത്യാസം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് ഏതാണ്? നൈട്രോ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സൗണ്ട്. പക്ഷേ നൈട്രോ ആക്ടിവേറ്റ് ചെയ്ത സംഭവമാണ് നമുക്ക് കൺട്രോൾ കിട്ടത്തില്ല ഒട്ടും. ഭയങ്കര ഇതാണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റിയറിംഗ് വീലിൽ നിന്ന് കണക്ട് ഒരു ജാഗ്വാറല്ലേ പോയെ. നമുക്ക് ഇവിടെ ട്രാഫിക്കിലുള്ള വണ്ടി എടുക്കും. GTA 5 ഒക്കെ പോലെ ട്രാഫിക്കിലുള്ള വണ്ടി നമുക്ക് പോയി എടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഏത് വണ്ടി എടുക്കും? നല്ലതൊന്നും കാണുന്നില്ലല്ലോ. ഓണ്ട് പോകുന്നൊരു വണ്ടി, ആ വണ്ടി എടുക്കാം. സ്പോർട്സ് കാർ. നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ റീഎഡിറ്റ് ചെയ്യേണ്ടി വരും. എന്തുവായാലും ഞാൻ റീഎഡിറ്റിന് തയ്യാറാണ്. അപ്പോൾ വണ്ടി ഇതാണ് കേട്ടോ. നമുക്ക് പറക്കാനൊക്കെ പറ്റും. നമുക്ക് MG കൊപ്റ്റർ എടുത്താലോ? ഇത് MG ആണോ കിയയാണോ? കിയയായത് ഞാൻ ആദ്യമായിട്ടാണ് കിയയുടെ ഇത്രയും വണ്ടി. നമ്മളിവിടൊന്നുമില്ല ഇത്രയും. നമ്മുടെ ഇത്രയും ഇവിടെ ഉള്ളത് MGയുടെ വണ്ടിയാണ്. ഇത്രയും മൊട്ട വണ്ടി. പക്ഷെ കിടിലൻ വണ്ടി MGയുടെ. എന്തുവായാലും ഞാനിപ്പോൾ വീഡിയോ ഇപ്പോഴൊന്നും മൈൻഡപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വീഡിയോ നേരത്തെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഗെയിമിൻ്റെ മൈൻക്രാഫ്റ്റിൻ്റെ. ഞാനപ്പോൾ പിന്നെ കുറേ പേര് ആരും ചോദിച്ചില്ല. എൻ്റെ ഫ്രണ്ട് എന്നോട് വന്നിട്ട് ചോദിച്ചായിരുന്നു, ബസ്സിലൊന്ന് ഇതിനകത്തിട്ടിട്ടുണ്ടല്ലോ, എന്താ ബസ്സിൽ കളിക്കാത്തതെന്ന്. അപ്പോൾ എനിക്ക് അവിടെ നേരിട്ട് പറയാം. പക്ഷെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം കാര്യം. ബസ്സിൽ കളിക്കാത്തതിന് കാരണം ഞാനാണെങ്കിലും ബസ്സിലൊന്ന് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കളിക്കുന്നില്ല. റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. ഇനി നല്ലൊരു ട്രാഫിക് മോഡ് ഇടുന്നില്ല. അപ്പോൾ KPRൻ്റെ സൈഡിൽ നിന്ന് നല്ല കിടിലം പോലത്തെ ട്രാഫിക് മോഡ് ഇറങ്ങുന്നുണ്ട്. അത് വന്നിട്ട് ഞാൻ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുവാണ്. ഓക്കെ, കാര്യം ജെറ്റ് ബസ്സൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു സീനായിട്ട് തോന്നിക്കുന്ന ഒരു ട്രാഫിക് മോഡും കാരണമാണ്. ഞാൻ എൻ്റെ ഫുൾ റിവ്യൂ അത് ഇറങ്ങുമ്പോൾ ചെയ്യാം. ഓക്കെ, ട്രാഫിക് മോഡ് റിലീസാകുമ്പോൾ ഞാൻ അതിനകത്തൊന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്താ പറയുന്നത്, അപ്പോൾ നിങ്ങൾ ഫുൾ വരുന്ന വീഡിയോ എന്തായാലും കാണുക. ഓക്കെ, പിന്നെ ഫ്രീ ഫയർ എൻ്റെ കൂട്ടുകാർ ചോദിച്ചതെന്ന് എന്താ കളിച്ച് വീഡിയോ ഒന്നും ഇടാത്തതെന്ന്. ഫ്രീ ഫയർ കളിക്കാത്ത പരീക്ഷ എഴുതുന്നതാണ് എൻ്റെ കൂട്ടുകാരന് ഞാൻ അക്കൗണ്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനത് ഫ്രീ ഫയർ കളിക്കും. പിന്നെ നെറ്റും വേണം. എല്ലാം കൂടെ ആയപ്പോഴത്തേക്കിനും പണിയാണ്. ഓക്കെ, കളിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് വേണം, അത് വേണം, ഇത് വേണം. ഇതാണ്ട് കിടക്കും GTR. നമുക്ക് GTR എടുക്കാം. അറിയില്ലേ. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് വണ്ടി സൂപ്പറാണോ GTR ആണോ അത് BM ആണോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഏത് വണ്ടിക്ക് ഔട്ട് ചെയ്ത് നമുക്ക് നോക്കി നോക്കാം. എനിക്കേറ്റവും ഇഷ്ടം ഇത് തന്നെയാണ്, നമ്മുടെ BMW ആണ്. നമുക്ക് അത് ഇഷ്ടം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ വഴി തെറ്റി. ഇപ്പോൾ ലിഫ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് ലിഫ്റ്റ് കയറാൻ. ഈ ലിഫ്റ്റിൽ നമ്മൾ കയറാൻ പറ്റുമെങ്കിൽ കിടിലമായിരിക്കും. ലിഫ്റ്റ് കയറാൻ പറ്റുമോ? ലിഫ്റ്റിൽ പണി നടക്കും. അല്ല, കയറാൻ പറ്റും. നമുക്ക് ലിഫ്റ്റിൽ കയറാൻ പറ്റും. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എവിടെ നമ്മളിപ്പോൾ അവിടെ തന്നെ മാറിയിട്ടില്ല. ഇത് പണി നടക്കുന്ന ലിഫ്റ്റാന്ന് തോന്നുന്നു. ഇത് തുറക്കാത്തെന്തോ? ചേടാ, അത് തുറക്കുന്നില്ല. എക്സിറ്റ്, പക്ഷെ അതൊന്നും തുറക്കുന്നില്ല. നമുക്ക് നമ്മുടെ GTR എടുക്കാം. മറ്റേ വണ്ടി ഞാൻ എവിടെ കൊണ്ട് കളഞ്ഞു.
ഇനി എംജി എടുക്കുന്ന നേരത്ത് അവിടെ കണ്ടുകൊണ്ട് തള്ളിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യാൻ നമ്മൾ പുതിയ വണ്ടിയായി GTR പോവുക. GTR സൗണ്ട് ഒന്ന് നോക്കിയാലോ. ഞാൻ വോയിസ് ഓവർ നിർത്തുക. GTR സൗണ്ട് നിങ്ങളൊന്ന് കേട്ടു. ഇപ്പം ഞാൻ ആക്സിലേഷൻ കൊടുക്കുന്നില്ല നല്ലപോലെ. ഞാനൊന്ന് ഹൈവേ എത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. ട്രാഫിക്കിലെല്ലാത്തിനും പിന്നെ ഒരേ ഒരേ തോന്നുന്നു. നമ്മൾ ഇത്രയും മണ്ണുള്ള ഇതിക്കൊരു വീഡിയോയിൽ അപ്പോൾ ഇത്രയും മണ്ണ് നമ്മുടെ വീഡിയോ നിർത്താണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്.